പൊതുസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പണം ഒളിപ്പിച്ചു വെക്കും. ഒളിപ്പിച്ച പണം കണ്ടെത്തുവാനുള്ള സൂചനകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നൽകും. അങ്ങനെ കാണുന്ന 500ന്റെയും 2000ന്റെയും നോട്ടുകൾ പണം കണ്ടെത്തുന്നവർക്ക് സ്വന്തമായി എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ രംഗപ്രവേശനം ചെയ്ത ക്യാഷ് ഹണ്ട് ചലഞ്ച് തരംഗമാകുമ്പോൾ ആവേശവും ഒപ്പം ആശങ്കയും വർദ്ധിക്കുകയാണ്. കേരളത്തിന്റെ നഗരകേന്ദ്രങ്ങളിൽ ബസ് സീറ്റുകൾക്കടിയിലും മരക്കൊമ്പുകളിലും മതിലിന്റെ വിടവുകളിലും റോഡിൽ കിടക്കുന്ന തീപ്പട്ടിക്കൂടിലും വരെ പണം ഒളിപ്പിച്ചു വയ്ക്കുന്ന വീഡിയോ പുറത്തുവിട്ട് ഫോളോവേഴ്സിനോട് അത് കണ്ടെത്തുവാൻ പറയുന്ന അക്കൗണ്ടുകൾക്ക് പിന്നിൽ ആരാണെന്ന് ആർക്കും അറിയില്ല. 100 രൂപ മുതൽ 2000 രൂപ വരെ ഇങ്ങനെ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ഒളിച്ചു വയ്ക്കുന്നതിന്റെ ഉദ്ദേശവും വ്യക്തമല്ല. ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും ക്യാഷ് ഹണ്ടിന്റെ പുതിയ ചലഞ്ചിനായി ദിവസവും കാത്തിരിക്കുന്നത്. വീഡിയോ വരുന്നതോടെ കമന്റ് ബോക്സ് പണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ കൊണ്ട് നിറയുകയായി. ഒടുവിൽ പണം കിട്ടുന്ന ഭാഗ്യവാൻ ക്യാഷ്ഡ് എന്ന് കമന്റ് ചെയ്യുന്നതോടെ അന്നത്തെ ചലഞ്ച് അവസാനിക്കുന്നു. ഏതോ ഒരു നിർദോഷി തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് കരുതിയാൽ തെറ്റി. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിൽ മാത്രമല്ല, കൊല്ലം, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഈ ഗെയിം സജീവമാണ്. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഇത്തരം അക്കൗണ്ടുകൾ മുമ്പ് നിലവിലുണ്ടായിരുന്നു. അത് നിയന്ത്രിച്ചിരുന്നവരോ അതിന്റെ ചുവട് പിടിച്ച് മറ്റാരെങ്കിലുമോ ആണ് കേരളത്തിലും ക്യാഷ് ഹണ്ട് ചലഞ്ചുകൾ നടത്തി വരുന്നത്. കോഴിക്കോട് ക്യാഷ് ഹണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ ഒരു സ്വകാര്യ മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ട്രെൻഡായ ചലഞ്ച് അനുകരിച്ചാണ് കേരളത്തിലും ഇത് ആരംഭിച്ചതെന്ന് അക്കൗണ്ടിന് പിന്നിലുള്ള 2 MBBS LLB വിദ്യാർത്ഥികൾ പറയുന്നു. മിസ്റ്റർ ബീസ്റ്റിനെ പോലുള്ള യൂട്യൂബർമാർ വൻതുക ഇങ്ങനെ നൽകുന്നുണ്ട്. കേരളത്തിലും ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ ആരംഭിച്ചത് കണ്ടതാണ് ക്യാഷ് ഹണ്ട് കോഴിക്കോട്ടും തുടങ്ങുവാനുള്ള കാരണമായി ഇവർ പറയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നവർക്കും മിസ്റ്റർ ബീസ്റ്റിനെ അനുകരിച്ച് ഇവർ പണം നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരം ചലഞ്ചുകൾ നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല, ഈ അക്കൗണ്ടുകൾക്ക് പിന്നിലുള്ളവർ ആരും തന്നെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ തയ്യാറാകാത്തതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥാപനമോ പരസ്യ കമ്പനിയോ ജനശ്രദ്ധ നേടുവാനായി ചെയ്യുന്ന PR സ്റ്റണ്ട് ആയിരിക്കും ഇത്തരം ക്യാഷ് ഹണ്ട് ചലഞ്ചുകൾ എന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ചലഞ്ചുകൾ ഈ ഉദ്ദേശത്തോടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിന് വ്യൂ കൂട്ടുവാനുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ശ്രമം. പക്ഷേ 1-2 ദിവസങ്ങൾ കൊണ്ട് അനേകം അക്കൗണ്ടുകൾ വഴി വ്യാപകമായി ചലഞ്ചുകൾ പ്രചരിക്കുന്നതിന്റെ ഉദ്ദേശം വ്യക്തമല്ല. ഇന്റർനെറ്റ് വഴി ആരും പണം വെറുതെ തരില്ലെന്ന പാഠം ഇതിനകം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല, കൂടുതൽ അക്കൗണ്ടുകൾ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ പണം കണ്ടെത്തുവാനുള്ള മത്സരവും കൊഴുക്കും. കൂടുതൽ ആളുകളെ ആകർഷിക്കുവാനായി വലിയ തുകകളും വാഗ്ദാനം ചെയ്യപ്പെട്ടേക്കാം. ഇത് കുട്ടികളടക്കം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകളുടെ ചലഞ്ചിനെ പൊതുസ്ഥലത്തെ പണത്തിനു വേണ്ടിയുള്ള വഴക്കിലേക്ക് നയിക്കുവാനും സാധ്യതയുണ്ട്.